ജോമോനൊരു ഉമ്മ കൊടുത്തേ. ഉമ്മ കൊടുക്കാൻ ഈ ജോമോന് ഉമ്മ ചക്കര ഉമ്മ പഞ്ചാര ഉമ്മ ഓമനക്കുട്ടൻ്റെ ഉമ്മ. നമ്മുടെ വീഡിയോകളെ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ, ഷെയർ ചെയ്യണേ, കമൻറ്റ് ബോക്സ് ഇടത്തേക്ക് സ്ക്രോൾ ചെയ്ത് ഹൈപ്പ് ചെയ്യണേ. ആഴ്ചയിൽ 3 ഹൈപ്പ്. ഇവരൊക്കെ പോവാട്ടോ. അമ്മയുടെ മക്കളൊക്കെ പോവും. അമ്മ പോണുണ്ടോ? അവരവർ നട്ടേക്കല്ലേ പോകണം. വേറെ പോകണ്ട പോകണം. അതെ, അവിടെ പോകണ്ടേ. പിന്നെ പോകേണ്ട അടുത്ത് പോകാതിരിക്കാൻ പറ്റുമോ? അല്ലേ, പോകേണ്ട അടുത്ത് പോകാതിരിക്കാൻ പറ്റുമോ? പിന്നെ പോകേണ്ട അടുത്ത് പോകാതിരിക്കാൻ പറ്റുമോ? പിന്നെ കാണേണ്ടവരെ കാണണം. ചെറുതായിട്ടായാലും വലുതായിട്ടായാലും കഴിവ് പോലെ ചെയ്യാൻ പറ്റാവുന്ന ചെയ്യണം. ഈശോയുടെ മക്കള് ഇതുള്ള വില. വില അല്ലാതെ തോന്നുന്ന പോലെ എന്തെങ്കിലും ഒന്ന് കാണിച്ചു ഞാനെല്ലാം കൊടുത്തു ഇന്നത് സമ്പൂർണ്ണമായി ഇനി ഇമ്പത്ത് കുറേ അലമ്പും പറഞ്ഞ് സ്വത്തോടെ അറിഞ്ഞോട്ട് കാര്യമായി. അത് കൊടുക്കുന്നത് ആരും അറിയാതെ ഇന്ന് അത്രയും നല്ലതാണ്. ആണോ? പിന്നെ പറഞ്ഞില്ലല്ലോ. പഴയ പുസ്തകത്തിലൊക്കെ പറഞ്ഞേക്കാൻ വരെ ആർക്കും കൊടുത്താലും ഇരികെ അറിയരുന്നല്ലേ. ഒന്നും വിളിച്ച് പറഞ്ഞ് അവരെ വിഷമിപ്പിക്കരുത്. ഇന്നേ പഴയ പിന്നെ പുസ്തകത്തിൽ കുട്ടികളിൽ പിള്ളേരുടെ പുസ്തകത്തിലൊക്കെ അവർക്ക് എഴുതിയിട്ടുള്ളതാണ്. ഇന്ന് അങ്ങനെയൊന്നും പറ്റിയല്ലെന്നേ. ഇന്ന് പറഞ്ഞില്ലെങ്കിൽ ആരും ചെയ്യല്ല. ഇന്ന് ചെയ്ത് ഇന്ന് എല്ലാവർക്കും തിരക്കാം. അപ്പോൾ നമ്മളിങ്ങനെ പറയണം, ഇനി ഒരാൾ ചെയ്തു ആരും ശ്രദ്ധിക്കുകയില്ല, അറിയല. തന്നെയല്ല, ഒരു ചെറിയ കാര്യമെന്ന് പറഞ്ഞാലും പുറത്തുള്ള ഓരോന്നോടും എന്തെങ്കിലും ഒന്ന് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് കണ്ടമാനാക്കി കളി ലോകം മുഴുവനാവും. എന്നിട്ട് മനുഷ്യരെ വിലയില്ലാത്ത അങ്ങനെയുള്ളതിനോടൊക്കെ ഒന്നും പറയരുന്ന നമ്മൾ. അതൊക്കെ വേണമെന്ന് വെച്ചാൽ നമ്മൾ തമ്മിൽ അങ്ങനെ മറച്ചേക്കണം. അപ്പൊ കാര്യമില്ല. ഒടുവിലായി വരുമ്പോൾ അവസാനിച്ചു പോകും. ഒരു കുറ്റം അല്ല, ഒരു ഇച്ചിരി കാര്യമാണെങ്കിൽ അത് 10 പേരോട് വിളിച്ച് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഏറ്റവും നല്ല തന്ത്രം ഏറ്റവും നല്ല രീതി അതാണ്. നമ്മളൊന്നും പറയാൻ പോയേക്കണ്ട. പറയാൻ പോകരുത്. പറയാൻ പോയി കഴിഞ്ഞാലുണ്ടല്ലോ ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ട് അവരെ എന്നിട്ട് പിന്നെ അലമ്പ. പിന്നെ അവര് ഇവരുമായിട്ട് ഭയങ്കര വെറുതെ വഴക്കുണ്ടാക്കും. കാഴ്ച അങ്ങോട്ടും ഇങ്ങോട്ടും കാണുക പോലും ഇല്ല. എന്തുകൊണ്ടേലും ഒന്ന് പറയുകയോ ചേട്ടൻ ചോദിക്കുകയോ ചെയ്യല. ഒരു സാധനം കൊടുക്കുകയില്ല. അങ്ങനെയൊക്കെ പുണ്യഫലങ്ങൾ കിട്ടാനുണ്ടോ? ഒന്നുമില്ല. കൂടുതൽ അമ്മയെ കാണാൻ ഇങ്ങനെ വരുമായിരുന്നല്ലോ. അന്നത്തെ കാലം ഈശോയും മാതാവും ഒക്കെ ഈശോ റേസപ്പും ഒക്കെ അനുഭവിച്ച് അവരെങ്ങനെ എന്തെല്ലാം ക്ലേശങ്ങൾ അനുഭവിച്ചാണ്. എന്നിട്ട് അവർ എല്ലാ മനുഷ്യരെ പോലും വെറുത്തു പുറത്താക്കിയില്ല. എല്ലാവരും എങ്ങനെയുള്ളവരാണെന്ന് പറഞ്ഞാൽ അവരെന്തെങ്കിലും ആവശ്യപ്പെട്ടുകൊണ്ട് അതൊക്കെ കഴിവ് പോലിച്ചു കൊടുത്തോണ്ടിരുന്നു. എന്നിട്ട് അങ്ങനെ എല്ലാവരും അടുപ്പിച്ചെടുക്കുകയും ചെയ്യും. ഒറ്റ ആളെ അകത്തി വിടിയില്ല. അങ്ങനെയാ എത്ര തലമുറയായി. മറ്റേ കൊന്ത കിട്ടിയില്ലേ? ബ്ലൂ കൊന്ത കിട്ടി, നീല കൊന്ത കിട്ടിയില്ലേ? കൂടിനകത്ത് കാണും. കൊണ്ടുപോക്കാൻ പോയി കുറെ പൈസയും മേടിച്ച് കുറെ കള്ളും കുടിച്ച് സുഖിച്ച് നടന്നിട്ട് കുറെ പേരെ കൊണ്ട് കുറെ കുറ്റവും പറഞ്ഞിട്ടും എന്തെങ്കിലും കുറച്ച് മേടിച്ച് അവർക്ക് ഇച്ചിരി കൊടുത്ത് അതുകൊണ്ട് യാതൊരു ഫലവും. അതില്ലായ്മപ്പെടുത്തി കളയും. അത് ഒടുവിലായി വരുമ്പോൾ ആർക്കും ഇല്ല. അതുകൊണ്ട് അതിപ്പേര് അതിനൊക്കെ പോകാതെ ഇരുന്നേക്കാം. 10 പൈസയുള്ളതിൽ അത് കൊടുത്താലും അത് നല്ല മനസ്സോടുകൂടി കൊടുക്കണം. ആരോടും പറയുകയും വേണ്ട, പരസ്യം ചെയ്യുകയും വേണ്ട. അത് ഈശോ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വലത്ത് കൈ കൊടുക്കുന്നത് ഇടത്ത കൈ പോലും അറിയരുതെന്ന് പറഞ്ഞിരിക്കണം. പിന്നെ നമ്മൾ മനുഷ്യരെ കൊണ്ട് പറയിപ്പിച്ച് നമ്മൾ എന്തോരം ചെയ്താലും എന്നാ കൊടുത്താലും അതിലൊരു ഫലവും ഇല്ല. അതോടുകൂടി അത് പോയി. അതേസമയത്ത് അത് അവരുടെ അടുത്തെങ്കിലും നമ്മളോട് തെറ്റ് പറയുകയാണെങ്കിൽ അവരോട് അതിന് വിപരീതം പറയണം. അങ്ങനെയൊന്നുമില്ല, അങ്ങനെ ഒരു സംഭവം ഇല്ല. ഞാൻ ഇന്നപോലെ ചെയ്യുമ്പം അവരിന്നപോലെ ചെയ്യണമെന്നൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കണം. അങ്ങനെ പലപ്പാവും. അങ്ങനെ 3-4 പ്രാവശ്യമായി കഴിയുമ്പോൾ അത് സ്വഭാവത്തിന് മാറ്റം വരും. അങ്ങനെ എത്ര മെനയാക്കി എടുത്തിട്ടുണ്ടോ? അല്ലെങ്കിലുണ്ടല്ലോ എന്നാ ഭയങ്കര സാധനങ്ങളാണെന്നറിയാം.
ഒരു വിലയില്ല നിലയില്ല ആർക്കും. നിരാശ. പിന്നെ അവർക്ക് എന്തെല്ലാം പറഞ്ഞു കൊടുക്കാവോ അത്രയും പറഞ്ഞു കൊടുത്ത് ദോഷപ്പെട്ടു. അതുകൊണ്ട് എന്നാ കാര്യം? മനുഷ്യന് കുറ്റമില്ലാത്ത മനുഷ്യർക്ക് ഒരു കുറ്റം കൂടാതെ ജീവിക്കുന്ന മനുഷ്യൻ നേരിട്ട് സ്വർഗത്തോട്ട് പോയാൽ മതി. അതെ അല്ലേ? ആ, അത് മനസ്സിലാക്കാം. ഒരു കുറ്റം കൂടാതെ ഉള്ള മനുഷ്യരുണ്ടോ? ആ, ഒരു തടസ്സം കൂടാതെ. ഒരു കുറ്റമുള്ള മനുഷ്യരില്ല. കുറ്റമില്ലാത്ത മനുഷ്യരല്ലേ? കുറ്റമില്ലാത്തവരാരും ഇല്ലല്ലോ അല്ലേ? നമ്മുടെ ചെറുപ്പം മുതൽ തിരിച്ചറിവായപ്പോൾ മുതൽ നമ്മളൊക്കെ ചെയ്യാത്ത കാര്യങ്ങൾ തന്നെ ഉള്ളത്. അതൊക്കെ പാവം ഉള്ള കാര്യങ്ങളാണ്. അത് നമ്മൾ വലിയ ശ്രദ്ധിക്കണമില്ല. ഈശോയുടെ അതിന് മറുപടി പറഞ്ഞ് ചോദിക്കണം. അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ലേ പാവമുള്ളൂ. അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ലേ പാവമുള്ളൂ. അറിയാതെ ചെയ്യുന്ന എങ്ങനെയാ പാവാകുന്നത്? അറിഞ്ഞുകൊണ്ട് ചെയ്യണ മറ്റുള്ളവരെ ഉപദ്രവിക്കുകയും ദ്രോഹിക്കുകയും കുറ്റം പറയും. പിന്നെ അവർക്കിട്ട് എന്തെങ്കിലും എടുക്കാവുന്നിടത്തോളം എടുക്കാൻ നോക്കുകയൊക്കെ ചെയ്യണം. അതൊക്കെയാണ്. ഇല്ലാത്തവർക്ക് ഉണ്ടെങ്കിൽ കൊടുക്കാൻ നോക്കണം. ഒന്നും ഇങ്ങോട്ട് എടുക്കാതെ. ഒത്തിരി ഒന്നും കൊടുത്തില്ലെങ്കിലും അവരുടെ അത്യാവശ്യ കാര്യങ്ങൾ നടക്കണമെങ്കിൽ അതിനിച്ചിട്ട് വേണം. അതൊക്കെ കൊടുക്കണം. പിന്നെ അത് തിരിച്ച് മേടിക്കാനും പോകണ്ട. ഇല്ലാത്തവൻ്റെ എവിടെ നിന്ന് കിട്ടാനാ? ഇല്ലാത്തവൻ്റെ കയ്യിൽ നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ചു കിട്ടാനില്ലല്ലോ. അത് കിട്ടത്തില്ല. വരുമ്പോൾ നമുക്ക് ഈശോ വേറെ വഴി കൊടുത്താലും വേറെ ആരെ ഒട്ടിക്കാതെ അത് മതി. അപ്പോൾ ആരോടും പരാതിയില്ല, നിരാശയില്ല. അതൊക്കെയാണ് ഈശോ മാതൃക കാണിച്ചുണ്ടെങ്കിൽ. അതൊന്നും ആരും മനസ്സിലാക്കുന്നില്ല. മനുഷ്യർ നോക്കുന്നതെല്ലാം ഓരോരോ അഭിപ്രായ വ്യത്യാസങ്ങളാണ്. ഇങ്ങനെ പ്രാർത്ഥന കഴിഞ്ഞ് ചിലപ്പോൾ ഒരു കട്ട കഴിഞ്ഞിട്ട് വരുമ്പം ചിലപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ വേസ്റ്റ് ഇടുന്ന ബോക്സല്ലേ? ഇയാളെ നോക്ക്, അവിടെ ആരും വരുന്നില്ല. അവിടെ ആരും വരുന്നില്ല. വഴി കിടക്കും. പള്ളിയിൽ പോയിട്ടില്ല. കിടക്കാൻ സമയമായില്ലല്ലോ. കിടക്കാൻ സമയമായില്ല. ചായ കുടിക്കാനുള്ള സമയമായുള്ളൂ. സമയം ഒത്തിരി ആയി. ഇല്ലെന്നേ, ചായ കുടിക്കാനുള്ള സമയം ആകുന്നേ ഉള്ളൂ. ഇതുണ്ടല്ലേ, 3:30 ആയതേ ഉള്ളൂ. 3:30. ഉച്ച കഴിഞ്ഞ് ആ, ഉച്ചകഴിഞ്ഞ് 3:30 ആയതേ ഉള്ളൂ. ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞിട്ടല്ലേ കിടക്കാൻ പറ്റുള്ളൂ. 8 മണിയൊക്കെ ആകാതെ എങ്ങനെ കിടക്കുന്നത്? 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് അതിന് മുമ്പ് താഴമൊക്കെ കഴിച്ച് വേണ്ട കിടക്കാൻ. പ്രാർത്ഥനയൊക്കെ ചൊല്ലി കുന്തൊക്കെ ചൊല്ലി കിടക്കണ്ടേ? അമ്മേനെ ഇന്ന് പള്ളിയിൽ ധ്യാനം നടപ്പുണ്ടായിരുന്നു. അവിടെ കൊണ്ടേ ആക്കാൻ അമ്മ ഉപദേശം കൊടുത്തോണ്ടായിരുന്നു. അച്ഛന്മാരെ തോപ്പിച്ചാല് അമ്മ പറയണ കേട്ടിട്ടേ അമ്മ ഇപ്പൊ കൊറേ ഉപദേശങ്ങളൊക്കെ കൂടെ കൊടുക്കണുണ്ട്. അതുകൊണ്ടാ ഞാൻ ആ ഉപദേശം കേട്ടിട്ട് മാറിപ്പോന്നതാ. ഉപദേശങ്ങളല്ല, അമ്മ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട കാര്യം പറഞ്ഞേ. അമ്മയ്ക്ക് കാര്യം ഭക്തിയൊക്കെ കൂടുതലാണെങ്കിലും പുരോഹിതന്മാരോട് അങ്ങനെ അമിതമായ വിധേയത്വോ ഒന്നുമില്ല. അന്നും പറയായിരുന്നു. മോശം പറഞ്ഞെങ്കിൽ അമ്മ ഇവിടെ ഒന്ന് പറയായിരുന്നു. പറ്റാവുന്ന നിവൃത്തി ഉണ്ടെ ചെയ്ത് ഒരു മനുഷ്യൻ്റെ ബുദ്ധിമുട്ട് വരുമ്പോൾ നമുക്കൊരു വിഷമം ഉണ്ടാവും. അത് നമ്മുടെ കൈ എന്തെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ നമ്മൾ അത് കൊടുത്ത് അവരെ രക്ഷപ്പെടുത്തണം. അപ്പം അത് പിന്നെ മേടിക്കാനും പോകണ്ടല്ലോ. അപ്പം കാര്യം അതാ കമ്പിളി നാരങ്ങ കമ്പിളി നാരങ്ങ. അരിയണ്ടോ നാളെ? ഇപ്പൊ അരിയുന്നില്ല. അമ്മയ്ക്ക് വേണോന്ന് ചോദിക്കേ. നാളെ പകല് മതി. നാളെ പകല് മതി. ഇപ്പം അരിയാണ്ട് നേരം പോലത്തെ പോകുമ്പോഴത്തേക്ക് ചീറ്റാവും. ഓരോക്കെ ചീറ്റയായിപ്പോ. തിന്നാനുള്ള അരിയാനല്ലോ. പൊളിച്ച് തിന്നുമല്ലേ? പൊളിച്ച് തിന്നുമല്ലേ? അത് പൊളിച്ച് തിന്നുമല്ലേന്ന്? പൊളിച്ച് അതൊക്കെ നല്ല ഭംഗിയാക്കി വെച്ചേക്കണം. അതൊരു കുഴപ്പമില്ല. നീറ്റായിട്ട് ശകല പോയും തൊലി ആട്ടൊന്നുമില്ല. തൊലി പൊട്ടിച്ച് തൊലി പൊളിക്കണം. തൊലി പൊളിക്കണം. ഇതിന്റെ തൊലി പൊളിച്ച് കളഞ്ഞിട്ടാണ് ഇതിനകത്തെ നമ്മള് പിന്നെ നല്ലി എടുത്തിട്ട് തിന്നും. അത് പൊളിക്കുന്ന തൊലിയല്ല. അതെ, ഇത് പൊളിക്കുന്ന തൊലിയാന്നേ. ഇപ്പം ചേച്ചിക്ക് ഇത് കൊണ്ടുപോകണോണ്ടല്ലേ ഞാൻ പൊളിച്ചമ്മേനെ കാണിച്ചത്. ഇത് ചമ്പിളി നാരങ്ങ അല്ലേ? കമ്പിളി നാരങ്ങ. അമ്മച്ചിക്ക് വേണോ ഇത്? കൊണ്ടുപോകാനാ. പൊളിക്കട്ടെ? പൊളിച്ചു തരാം.
അപ്പോൾ എനിക്ക് വേണ്ട, പകുതി മുറിക്കും. വേണ്ട, ഇപ്പോൾ ഒന്നും കാണിക്കണ്ട, കൊടുക്കാമെന്ന് വെച്ചിട്ടുള്ളത് കൊടുത്തോണ്ട് അവർ. അല്ല പിന്നെ അത് ഇടയ്ക്കിട്ടോ അലമ്പാക്കാൻ അതെ, അത് മുറിച്ച് കുളാക്കി കളയേണ്ട ആവശ്യമുണ്ടോ? പൂവീച്ചയും പിടിച്ച് അവിടെ അതെ. ഇരിക്കും. അമ്മയിട്ട് തിന്നുകയില്ല. ഇവിടെ നാല് ഇത് പഴുത്ത മണമുണ്ട്. അത് പഴുത്താ ഇത്രയും പഴുക്കുണ്ടായിരുന്നു. ഇച്ചിരി പഴുക്കൂടില്ല. ചീത്തയായി പ്രകാരം കൊടുത്താൽ മതി. കൂടിനകത്തില്ല. ചീത്തയായിപ്പോയാൽ പിന്നെ കൊള്ളിയില്ല, അതുകൊണ്ട് അതിന് മുമ്പ് ഉപയോഗിച്ചോണം. കൊടുത്തപ്പോൾ അതിൻ്റെ തൊണ്ട് പിന്നെ ചെയ്യാൻ തുടങ്ങുമോ എന്ന് വാറ്റം വരുമൊക്കെ ചെയ്ത് അതാ പിന്നെ കൊള്ളിയല്ല. കൊള്ളിയില്ല, രോമന്റെ എത്ര വായും കൂടെ പോവും. അതിനകത്തിനാ എന്നാ അമ്മയുടെ ബന്ധുവീടല്ലേ? ഞാനങ്ങ് പോകും, ഞാൻ പോകും. ഈ ലിസിമോടെ വീടാണ്. അതൊക്കെ പ്രായമായിപ്പോയി. ഇനി ഇപ്പം ഇല്ല, പോകാൻ പറ്റും, വണ്ടിയിലൊക്കെ പോകാം. വണ്ടിയിലങ്ങ് പോകും. അതിലൊന്നും പോക്ക് നടക്കുകയല്ല. ലിസിമോടെ വീടല്ലേ? അതിനെന്നെ ആരുടെ വീടാണ് എല്ലാം. പോയിട്ടിങ്ങ് പോരാന്നേ. ഏഹ് പോയിട്ടിങ്ങ് പോരാ, ഒരു ദിവസം അവിടെ കിടന്നിട്ട് ഇങ്ങ് പോരാ. ഓ വേണ്ട, വേണ്ടേ? ആ, അങ്ങനെയൊക്കെ അത് മനസ്സിലായി. അമ്മയുടെ വീടും അല്ലേ? ഏഹ് അമ്മയുടെ വീടല്ലേ അത്? എൻ്റെ വീടാണെന്നൊന്നും അവിടെയൊന്നുമില്ല. നമ്മുടെ വീട് എവിടെയാ? ആരും നമ്മൾ കാരണം ബുദ്ധിമുട്ടിച്ച് നിരാശപ്പെടുത്തുകയും ചെയ്യേണ്ട കാര്യം. നമുക്കൊരു ദിവസം പോകണം അവിടെ. ഇച്ചിരി കാര്യം ഒരു ദിവസം പോണം കേട്ടോ. ഒരു നാളായി പോയിട്ട്. ഒരു ദിവസം കൊണ്ടുപോകണം. പറ്റാവുന്നതൊക്കെ ചെയ്യും, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യണം. അങ്ങടുത്ത് നിന്നാൽ മതി. ചേട്ടായി കൊണ്ടുപോകാൻ ആ കൊണ്ടുപോവാ. കൊണ്ടുപോവാ. കൊണ്ടുപോട്ടെ. അമ്മയല്ലേ പറഞ്ഞു കൊടുക്കണമെന്ന്. അമ്മ പറഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ എല്ലായിടത്തും അങ്ങ് കൊടുത്തു. അവൾ കൊണ്ടോട്ടുണ്ട് കൊണ്ടുപോട്ടത് അവിടെ അവിടെ വീട്ടിൽ ആ കൊണ്ടുപോയി കഴിക്കട്ടെ. പ്രായം ചെയ്ത് ആ, പ്രായം ചെന്ന് തള്ളയുണ്ടെന്ന് അതിന് കൊടുക്കാനാന്ന് കേട്ടോ. പ്രായം ചെന്ന് തള്ളമാർക്കൊക്കെ എല്ലാം കൊടുത്തേക്കണം. അത് മാത്രമേ അമ്മയ്ക്ക് ഇപ്പം പറയാനുള്ളൂ. തിന്നാൻ ഇഷ്ടം. അതെ, പ്രായം പ്രായവർക്ക് ചെന്ന് തള്ളമാർക്ക് ഇതൊക്കെ തിന്നാൻ ഇഷ്ടമാണ്. പൈസ കൊടുത്ത് മേടിച്ച് കൊടുക്കുന്ന നടക്കുകയില്ല. പൈസ എന്തോരം ഉണ്ടെങ്കിലും ഓരോന്നും മേടിച്ച് വരുമ്പോൾ കാണുകയില്ല. മേടിച്ച് കഴിയുമ്പോൾ തീർന്നു പോകും, കാശില്ല. പഴയ കാരണന്മാർ പേടിച്ചിട്ടൊന്നും പറയല്ല മക്കളോട് അവർ വഴക്ക് പറയുന്നു. അതിനകത്തിന് കാര്യം വേണമെന്നുണ്ട്, ചിലപ്പോൾ വഴക്കൊക്കെ പറയുമേ. ചെറുതായിട്ട് പറയും. പറയും, ചെറുതായിട്ടും വലുതായിട്ടും ഒക്കെ പറയുന്നവരുണ്ട്. പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞ് മേടിപ്പിക്കുന്നവരും ഉണ്ട്. എന്നുവെച്ചാൽ പിന്നെ ഒടുവിലായി അലമ്പുവാ. കാരണവന്മാർക്ക് അറിഞ്ഞ് മേടിച്ച് കൊടുക്കണ്ടേ, അല്ലാതെ ചോദിച്ചിട്ടാണ് മേടിച്ച് കൊടുക്കണ്ടേ? ഇതെല്ലാം അങ്ങോട്ട് ചേച്ചി ഇത് 2 ദിവസത്തേക്ക് പോകുന്നതിന് ഇതെല്ലാം കൊണ്ടുപോകണോ? അവിടെ വീട്ടിലോട്ട് കൊണ്ടുപോവാണോ? സോർട്ട് ചെയ്തിട്ടില്ല. ഇനി ആ കൊണ്ടുപോവാ. ആണോ? ആവശ്യമുള്ളത് ഇങ്ങോട്ട് എടുത്തു. അവിടെ പിള്ളേരും കാരണന്മാരും ഒക്കെ ഉള്ള ആ, അതിന് കുറ്റമാ. അതെ. അതിന് പലതരത്തിൽ പരാതി ഉണ്ടാവും. അതിനൊക്കെ പോകാതിരിക്കുന്നെങ്കിൽ അവന് പറ്റാവുന്ന എന്തെങ്കിലും ചെയ്യാൻ നമുക്ക് പറ്റാവുന്നത് ചെയ്ത് കൊടുക്കാം. അതിന് കുഴപ്പമില്ല. അതാരും ഒന്നും പറയുകയില്ല. പിന്നെ നമ്മളാരോടും പരസ്യം പറയാൻ പോവും വേണം. അപ്പം കുഴപ്പമില്ല. എന്നിട്ട് അമ്മ ഞങ്ങളുടെ കൂടെ പോരുന്നില്ലേ? ഏഹ് ഞങ്ങളുടെ കൂടെ പോരുന്നില്ലേ അമ്മ? നിങ്ങളുടെ കൂടെയാ? ആ, എപ്പം? ഇപ്പം പോരുന്നില്ലേ? എപ്പോഴാ? ആ, അമ്മയുടെ വീട്ടിലേക്ക് പോരുന്നില്ലേ? എപ്പോഴാ? ആ, ഞാനിങ്ങ് പോകുന്നില്ല. അമ്മയുടെ വീട്ടിൽ പോകണ്ടേ? ഏഹ് അമ്മയുടെ വീട്ടിൽ പോകണ്ടേ? എൻ്റെ വീട്ടിലോ? ആ, എൻ്റെ അങ്ങ് വീട്ടിൽ അങ്ങോട്ടില്ല പോകാം. ആ, അങ്ങോട്ടാ പോകുന്നത് നമ്മള്. വഴി അങ്ങോട്ട് പോകണോ? ആ, നമ്മുടെ കാറേലാ പോണേ. ഏഹ് കാറേലാ പോകുന്നത്, വണ്ടിയില്. അങ്ങോട്ട് എവിടെയാ? അവിടെ നമ്മുടെ വീട്. ഏഹ് അമ്മച്ചി എപ്പോഴും പറയുന്ന വീടില്ലേ, അരയത്ത് അരയത്ത് തടത്തില്. പുത്തൻപുര അരയത്ത് തടത്തിലല്ലേ? തടത്തില്. ആ, അതെ, അമ്മയുടെ വീട്ടിലേക്ക് പോകണ്ടേ എന്നാ ചോദിച്ചേ. എൻ്റെ വീട്ടിൽ പോകണം. അത് ഞാൻ നടന്നായാലും ഇങ്ങനെ ആയാലും അപ്പൊ പറ്റാത്ത പോലെ പോകും. അമ്മയുടെ വീട്ടിലേക്ക് ഞങ്ങൾ പോരണ്ടേ? പിന്നെ നിങ്ങൾക്ക് പോകുന്നതിന് കുഴപ്പമില്ല. ആ, നമുക്ക് ഒരുമിച്ചങ്ങ് പോവാം. ഏഹ് നമുക്ക് ഒരുമിച്ചങ്ങ് പോവാം. എന്നാ നമുക്ക് ഒരുമിച്ചങ്ങ് പോവാന്നേ. അമ്മയ്ക്കും നമുക്ക് ഒരുമിച്ചങ്ങ് പോവാം. എന്നുവെച്ചാൽ ആ, അവിടെ ചെന്ന് അവിടെ നിൽക്കാനാ? ആ, അവിടെ കുറച്ചാൾ നിൽക്കാം. അമ്മയുടെ വീട്ടില്ലേ? നിക്കാം. അമ്മ കുറച്ച് ദിവസം നിക്കാം. അമ്മ വീട്ടില്ലേ കുറച്ചാൾ നിൽക്കാം. അങ്ങനെയൊന്നും പോയി ഒരിടത്തും നട്ടവാൻ താമസിക്കാൻ പറ്റില്ല. വീട്ടിലാരുമില്ല. അമ്മ വഴക്കാം. അമ്മ വഴക്കമുണ്ടാക്കും. അമ്മയെ കൊണ്ട് ഒന്നും എടുക്കാൻ പറ്റത്തില്ല. പ്രായമായി ഓർമ്മയില്ല. നല്ല സമയത്ത് പറ്റിയാലും ഇപ്പം 80 വയസ്സായില്ലേ. ഇനി വല്ലതും പറ്റുമോ? ഒരു ഭക്ഷണമായാലും നമ്മൾ ഉണ്ടാക്കി അത് എടുത്ത് കൊടുത്ത് പെറുക്കി നിന്ന് കഴിപ്പിക്കണം. അല്ലെങ്കിൽ അവിടെ ഇട്ടേച്ച് പോവുള്ളൂ. അങ്ങനെയാ. ഒരാൾ വേണം. കുഞ്ഞുമച്ചിയുടെ അടുത്തിട്ട് പോയി. താത്തനെ കൊണ്ട് അത്രയും കുഴപ്പമൊന്നുമില്ല.
ആരാ? കുഞ്ഞമ്മച്ചിയല്ലേ? അല്ല കുഞ്ഞമ്മച്ചല്ല ഇത് എൻ്റെ അമ്മ. കുഞ്ഞമ്മച്ചി അവിടുത്തെ അമ്മ. ആരുടെ? അവിടുത്തെ കൊച്ചിന്റെ അമ്മ. അവിടുത്തെ എൻ്റെ വെല്ലുമ്മ അത്. വല്യമ്മയാണ് അമ്മായിമ്മ. അമ്മായിമ്മയല്ലേ? ഏ എൻ്റെതോ? ആ ഏയ് അമ്മച്ചി ഇവിടെ ഇരിക്കുന്നേ. ഇവിടെ ഇരിക്കും. അത് വേറെയാ. ഇവിടെ ഇരിക്കുക. അല്ല അപ്പം ഇവിടെ ഇരിക്കും. കുഞ്ഞമ്മച്ചിയാ. എൻ്റെ അമ്മായിൻ്റെ ആൾക്കാരൊക്കെ മാറിയ. അമ്മായിമ്മ മാറിയോ? കുഞ്ഞമ്മച്ചിയല്ലേ അമ്മയുടെ അമ്മായിമ്മ? എന്നാ കുഞ്ഞമ്മച്ചിയല്ലേ അമ്മയുടെ അമ്മായിമ്മ? ആ പിള്ളേരൊക്കെ കുഞ്ഞമ്മച്ച എന്തുകൊണ്ടാ കുഞ്ഞമ്മച്ചി എന്ന് പേര് വന്നതെന്ന് അറിയാവോ അമ്മയ്ക്ക്? അമ്മയ്ക്ക് അറിയാവോ എന്തുകൊണ്ടാ കുഞ്ഞമ്മച്ചി എന്ന് പേര് വന്നത് എന്ന് അറിയാവോ? പേരോ? കുഞ്ഞമ്മച്ചി എന്ന് വിളിക്കാൻ, വല്യമ്മേനെ കുഞ്ഞമ്മച്ചി എന്ന് വിളിക്കാനുള്ള കാരണം എന്താണെന്നറിയാവോ? ആൾ ചെറുതായിട്ട് അതന്നെ. അതാണ് അതിന്റെ ലോജിക്ക്. അതെ, ഒരു കുഞ്ഞു പോലെ. ഞാനാണ് ആ പേരങ്ങനെ ആരംഭിച്ചത്. ഞാൻ നോക്കുമ്പോ അമ്മയ്ക്ക് വലിയ ആളാണ്, കുഞ്ഞമ്മച്ചി ഇച്ചിരി ഉള്ളൂ. ഒരു മാറ്റവും കണ്ടില്ല. ഞാൻ എന്റെ ആ ലോജിക്ക് അന്നത്തെ രീതിയില് ഇത് കുഞ്ഞമ്മച്ചിയാണ്, അമ്മ എല്ലാരും കുഞ്ഞമ്മച്ചിന്ന് എല്ലാരും വിളിക്കും. കുഞ്ഞമ്മച്ചി എന്ന് വിളിച്ചു. അന്തം വിട്ടൊന്നും കണ്ടമാനം നേരത്തെ ആയാലും നല്ല പ്രായത്തിലായാലും തിന്നുമില്ല കളിക്കുകയില്ല, ഒന്നുമില്ല. വെച്ചോണ്ട് എല്ലാത്തും വെച്ചോണ്ട് മക്കൾക്കും മറ്റുള്ളവർക്കും ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അതുപോലെ ഇപ്പോഴും അതുപോലെ എല്ലാം നീറ്റായിട്ട് ഇച്ചിരി കഴിക്കുള്ളൂ. ചാച്ചനെ ഞാൻ വിളിച്ചോണ്ടിരുന്ന കൊച്ചിന്റെ ചാച്ചൻ. ഇന്നത് വേണം എന്നൊന്നും ചാച്ചനെയാ? അല്ലല്ല, എന്റെ നമ്മുടെ ചാച്ചനെ ആണോ? ഞാൻ വിളിച്ചോണ്ടിരുന്നത് അന്നാ കാലത്ത് കൊച്ചിന്റെ ചാച്ചൻ എന്ത് ആ, അത് ചോദിയുടെ ചാച്ചൻ എന്ന് പറയണതിന് പകരം കൊച്ചിന്റെ ചാച്ചനെ വിളിച്ചിട്ട് വരാൻ പറയും. അതന്നെ. തിരിച്ചാച്ചൻ പറയും കൊച്ചിന്റെ ചാച്ചൻ എന്ത് ചെയ്യും. ഞാൻ വിളിച്ച അറിയാവുന്നവരെ കൊച്ചിന്റെ ചാച്ചൻ എന്നായിരുന്നു വിളിച്ചോണ്ടിരുന്നത്. അത് നമ്മുടെ അമ്മേനെ കുറുപ്പന്തറ അമ്മ വീട്ടിലെ അവരെല്ലാം ചേച്ചി ചേച്ചിന്നല്ലേ വിളിച്ചോണ്ട്. അപ്പം പെണ്ണമ്മ കുഞ്ഞമ്മയും കുഞ്ഞമ്മയൊക്കെ ചേച്ചി ചേച്ചിന്നില്ലേ, ചേച്ചിയാണല്ലോ. അപ്പോൾ ചേച്ചി എന്ന് വിളിക്കുന്ന കേട്ട് അവരും കൂടി ചേച്ചിയെ വിളിക്കുന്നുണ്ടെന്ന്. പിന്നെ ഈ കുറേ നാളുകളെ കുഞ്ഞമ്മേന്ന് വിളിക്കാൻ തുടങ്ങിയിട്ട്. ഇപ്പം ചെന്നാൽ ഞാൻ ഉറക്കം ചെയ്യും. അന്ന് ചെല്ലുമ്പോൾ അമ്മേനെ ചേച്ചി ചേച്ചിന്ന് വിളിക്കുന്നത്. ആരൊക്കെയാ ചിരിച്ചോണ്ടിരിക്കുന്നത്? ജോയിയെ പറ്റിയാണ്. 16 വയസ്സ് 18 വയസ്സൊക്കെ ഉണ്ട് നിങ്ങൾക്ക്. കണ്ടോ കറക്റ്റ്. ആ കൊച്ചിന് 18 വയസ്സുണ്ട്. അമ്മയുടെ ഏലമ്മയാ അത്. ഏലമ്മ 18 വയസ്സുണ്ട് ഇപ്പൊ. ജൂനിയർ ഏലമ്മയാണ്. ഞാൻ പറഞ്ഞു ഇവിടുത്തെ എല്ലാവർക്കും പ്രത്യേകം പേരും ഓരോരുത്തരും അവരുടെ പേരാണ്, അവളുടെ പേരാണ് ശങ്കരി. ഓരോ വീട്ടിലെ. അമ്മച്ചി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലേ? അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടോ? പിന്നെ അമ്മച്ചി ആർക്കൊക്കെ വേണ്ടിയിട്ടാ പ്രാർത്ഥിക്കുന്നത്? ഉള്ള എല്ലാ മനുഷ്യരും നന്നായിട്ട് ജീവിച്ച് ഈശോയെ മനസ്സിലാക്കി ജീവിച്ച് ഈശോയുടെ മക്കളായിട്ട് വേണം പോകാൻ ചെല്ലാൻ. അല്ലാതെ കുറേ സമ്പത്തും കുറേ പണവും കുറേ വസ്ത്രവും ഉണ്ടാക്കി വെച്ച് കാത്തു വെച്ചോണ്ട് അത് പൊത്തിപ്പിടിച്ച് വെച്ചോണ്ട് ഇന്നത്തെ കാര്യമില്ല. അതുകൊണ്ട് ഒരു ഫലവും. അതിപ്പോൾ അവരവരുടെ ആവശ്യത്തിന് മാത്രമുള്ള മേടിക്കും. ആവശ്യം കൂടുതലുള്ള ഇല്ലാത്തവർക്ക് കൊടുക്കണം. എല്ലാവരും ഒന്ന് കേൾക്കണം. പിന്നെ അതുങ്ങൾക്കാണേലും പൈസ കൊടുത്ത് മേടിക്കാൻ നിവൃത്തിയില്ലാത്തൊരു ഹെൽപ്പും പിന്നെ ആങ്ങളമാരാണേലും ചിലർക്ക് അവരൊന്നും പറഞ്ഞു മേടിച്ച് കൊടുക്കുക. അങ്ങനെയുള്ളവരുണ്ട്. ഇങ്ങനെ ഒത്തിരി പേർക്ക് ഞാൻ മേടിച്ച് കൊടുത്ത വസ്ത്രം ആരും വീട്ടിലുള്ളവരിട്ട് അറിഞ്ഞിട്ടുമില്ല. അത് അവർക്ക് ഇഷ്ടപ്പെടുകയല്ല. എല്ലാവരും സഹായിച്ചിട്ടേ ഉള്ളല്ലേ ആയ കാലത്ത്. ഇപ്പൊ അമ്മച്ചിക്കാണ് സഹായം ആവശ്യം. ഉറക്കം ഉറങ്ങിട്ട് വന്നതിന്റെ അമുഖം തീർത്തു. ഇതൊക്കെ ഇരിക്കാൻ വെച്ചാൽ ടി വി അല്ലേ? ടി വിയാ, അതിനകത്തൂടെ ഒരു അമ്മച്ചി വരും. അതെ, കാണണം അമ്മയുടെ റിയാക്ഷൻ. കാണുമ്പോഴേ ചിരിയാ. ഇനി ഒരു ദിവസമില്ല. ഉറങ്ങി എണീറ്റതിന്റെ ക്ഷീണമൊക്കെ പോയി എണീറ്റ് വന്നാ അല്ലേ? ഉറങ്ങിയായിരുന്നോ? ഇപ്പൊ ഉറങ്ങി എണീറ്റ് വന്നല്ലേ? സ്കൂൾ വണ്ടി പിള്ളേരെ കണ്ട വേണം വണ്ടിയാ, പിള്ളേരുടെ വണ്ടിയാന്നേ. ആരെങ്കിലും സ്കൂള് വിട്ടു. സ്കൂള് വിട്ടെന്ന്. പള്ളിക്കൂടം വിട്ടു പിള്ളേര്. പള്ളിക്കൂടം വരാറായോ? ആ, പിള്ളേര് വീടുകളിലേക്ക് പോവുക.
ഇത്രയോ? പിന്നെ 4 മണിയാവുമല്ലേ? ആ അതെ 4 പോവാ. ചായ കുടിക്കാൻ സമയമാണ്. 4 മണിയൊന്നും കായായി 2 മണി കൂടുതൽ കാണില്ല. ആയി കാണിയത് 4 എപ്പോഴും അമ്മച്ചി പറയും സന്ധ്യയാവും അന്ന്. ഇന്ന് പറയണത് കേട്ടത് 2 മണിയായിരുന്നു. പിന്നെ എന്നാ 4 പോവാ. ആണോ? ആ ചായയുടെ സമയം. ഇപ്പൊ വള്ളക്കൂടം പെടുന്ന സമയം. ആ അതാ വണ്ടി പോയത്. വണ്ടി അങ്ങോട്ട് പോയത് അതുകൊണ്ടാണ്. വീട്ടിലേക്ക് പോയേക്കാം. എന്നാ പിന്നെ ഒന്നിച്ചങ്ങ് പോയേക്കാം. ആരും ഇല്ലല്ലോ വീട്ടിൽ പോയാ. റെഡിയാ. ഞങ്ങള് 2 പേരും റെഡിയാ പോകാൻ. വേണ്ട അമ്മച്ചിയുടെ വീട്ടിലേക്ക് പോവാൻ. ആ വന്നതോ? ഞങ്ങൾ നിന്നാ മതിയോ കൂടെ? ആരെന്തായാലും കുഴപ്പമില്ലല്ലോ. കുഴപ്പമില്ല. എന്നാ നമുക്ക് കൂടെ പോവാം. ജോമോൻ വേണോ കൂടെ? ജോമോൻ കൂടെ വരണോ? അപ്പം ഓരോരുത്തരും ഇഷ്ടമായിട്ടുള്ളൂ. അവർ വീട്ടിലാണെങ്കിൽ ആൺപിള്ളേർ ആണുങ്ങൾ കാണുമായിരിക്കും. വരണം നിർബന്ധമില്ല. ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, ഇല്ലെങ്കിൽ വിഷമം. അതുപോലെ ജോമോളെ കൊണ്ടുപോകണമായിരിക്കും. ഇത് ഇവിടെ വെച്ച് ചാരി ഇരുന്നു. ആരെയാ? കാര്യമൊന്നുമില്ല അല്ലേ? അതിനകത്ത് മുഴുവൻ പൊടിയാന്ന് വീരാട് പറഞ്ഞു ഇവാനോട് വഴക്കുണ്ടാക്കാൻ. പോയിട്ട് വരാം. ഞങ്ങൾ പോയിട്ട് വരാം. അങ്ങോട്ടാ പോകണം. അമ്മയുടെ വീട്ടിലേക്ക് ആയാങ്കുടിയിലോട്ട്. അമ്മയുടെ വീട്ടിലേക്ക് പോകാതെ. ആരാ? അവിടെ ഇതുപോലെ ഒരാളുണ്ട്. ആരാ? ഒരാളുണ്ട് അവിടെ. പ്രായം ചെന്നോട്ടിട്ടുണ്ടോ? ആയാങ്കുടി ചേച്ചിയുടെ വീടല്ലേ? ലിസിമോളുടെ വീടല്ലേ ആയാങ്കുടി? അതെ, ലിസിമോളുടെ വീട് ആയാങ്കുടിയില്. നിശോടെ ആ എന്റെ വീടല്ലേ അവിടെ? നിന്റെയോ? ആ ഇതല്ലേ ലിസിമോള്. എല്ലാവരും ഇവിടങ്ങളിൽ കെട്ടിക്കെട്ട് വന്ന പെണ്ണുങ്ങളുടെ ഒത്തിരി പേര് വീട് അവിടേക്ക്. അവിടേക്കാ. ഒത്തിരി പേരാരാ? ഞങ്ങൾ 3 പേരല്ലേ ഉള്ളൂ. ഇവിടങ്ങളിൽ ഈ വട്ടത്തിൽ കാര്യം ഓ, ആ അവിടെ അമ്മയ്ക്ക് വല്ലതൊക്കെ എടുക്കാം. അമ്മയ്ക്ക് സുഖമില്ല. നിന്റെ അമ്മയ്ക്ക് സുഖമില്ലാതിരിക്കുക. ഓർമ്മക്കുറവല്ലേ? ഓർമ്മക്കുറവുണ്ട്, നടക്കാൻ ബുദ്ധിമുട്ടുണ്ട്, പ്രായമൊക്കെ പ്രായവുമായി. അമ്മച്ചി വരാമെങ്കിൽ ഒരു കൂട്ടായി അവിടെ. ഇപ്പം കെട്ടിക്കൊണ്ടുവന്ന പെണ്ണുങ്ങൾ ആരും അവിടെ ഇല്ലല്ലോ. ഒരാളുണ്ട്. ഉണ്ടോ? ആ. എന്നാൽ പിന്നെ ഇച്ചിരി ചായ എല്ലാം എനിക്ക് കൊടുക്കുമായിരിക്കും. അതൊക്കെ ചെയ്തോളൂ. അല്ലെങ്കിൽ വലിയ പാടാണ്. ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ അവരെ കൊണ്ടൊന്നും അടുപ്പയിലൊന്നും എടുക്കാനൊന്നും പറ്റത്തില്ല. കാരണന്മാർ അമ്മമാരെ കൊണ്ട് ഓർമ്മയില്ല. ഓർമ്മയില്ല. സാധനങ്ങൾ താഴെ പോവും. തന്നെ എല്ലാം ഉണ്ടാക്കുന്നതൊന്നും കണക്കൊന്നും അറിയത്തുമില്ല. അമ്മ ഇപ്പൊ മുറുക്കാറില്ലേ അമ്മ? അമ്മ ഇപ്പൊ മുറുക്കിയല്ലേ? പുകയിലയും വെറ്റിലയൊക്കെ ഇട്ട് മുറുക്കിയല്ലേ? വായിലിട്ടേ വെറ്റില പുകയില ചുണ്ണാമ്പൊക്കെ ചേർത്തേ ചവക്കിയല്ലേന്ന്. വെറ്റില പാക്കൊക്കെ ചവക്കിയല്ലേ ഇപ്പം? ചവയ്ക്കല്ലേ? മുറുക്കാൻ അത് വായിലിട്ട് ചവച്ച് വെപ്പിട്ട് കളയല്ലേ? ഇപ്പൊ അമ്മ ചെയ്യാറില്ല അങ്ങനെ? അമ്മ അങ്ങനെ ചെയ്യാറില്ല ഇപ്പം? അതെന്നാ? അല്ല ചെയ്യാറുണ്ടോ? പിന്നെ ആണോ? അതെന്നാ? അല്ല ഒന്നുമല്ല ചോദിക്കാതെ. അമ്മ പണ്ട് നേരത്തെ മുറുക്കുമായിരുന്നു, അതാ ചോദിച്ചത്. ഇതിനൊരു കുഴപ്പമില്ല. വെറ്റിലൊന്നും ദോഷമുള്ളതല്ല, വിഷാംശമുള്ളതല്ല. അത് ഔഷധ. ഇതല്ലേ പുകല വിഷമല്ലേ? പുകല വിഷമല്ലേ? പുകല. അതുപോലെ ചുണ്ണാമ്പ്. പുകലയോ? ചുണ്ണാമ്പ് തൂക്കുവോ? ആ പുകലയൊക്കെ പറ്റിയല്ല. തല ഇറങ്ങിയല്ലേ? പുകലയും അടയ്ക്കായും മറ്റൊക്കെ ഭയങ്കര നിർബന്ധമുള്ള കൂട്ടത്തിലായിരുന്നു. ആദ്യം ഇത് നമ്മളിവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞ് റെഡിയായി കഴിഞ്ഞപ്പോഴത്തേനും ഒന്ന് മുറുക്കാൻ്റെ കാര്യമൊക്കെ ഒന്ന് പറഞ്ഞായിരുന്നു. ഇത് മാറ്റിയതാ. അവരൊക്കെ മരിച്ചുപോയി കാണും അല്ലേ? മുറുക്കാൻ കൊണ്ടുവന്ന് വന്നോണ്ടിരുന്നേ. ഒരാൾ മരിച്ചുപോയി. അമ്മണിയാണോ? രണ്ടുപേരും മരിച്ചു. അമ്മയുടെ കൂട്ടുകൂടാൻ 2 പേര് വരുമായിരുന്നല്ലോ, പൈസ മേടിക്കാൻ. 2 പെണ്ണുങ്ങൾ വരുമായിരുന്നു. എന്നിട്ട് അമ്മയുടെ അടുത്ത് പൈസ മേടിച്ചല്ലോ, അമ്മ കൊടുക്കുകയും ചെയ്യും. നീ അവിടെ ഒന്ന് പറഞ്ഞാൽ പറ്റും, ഇങ്ങോട്ട് വന്നു കേൾക്കത്തില്ല.
ഞാൻ പറയുന്നത് ഇവിടെ കവലെ കേൾക്കാന്നാ ജോമോൻ പറയണത്. അത് ഞാനും സമ്മതിക്കുന്നത്. ജോമോള് പറയണേ കവല കേൾക്കാന്ന് പറയുന്നത്. അതെന്തെന്നോ ജോമോള് പറയണതേ കുണ്ടക്കാല ജംഗ്ഷൻ കേൾക്കാന്ന്, ഇവിടെ ശ്രീകാവരം ജംഗ്ഷനിൽ. പിന്നെയാണ് അമ്മയ്ക്ക് കേൾക്കാൻ മേലാത്തെ. വീട്ടിൽ ഏത് ഏത് വീട്ടിലാ കേട്ടാ പറഞ്ഞു? അല്ലമ്മേ, സൗണ്ട് കേൾക്കുന്ന കാര്യം പറഞ്ഞു. ജോമോളെ സംസാരിച്ചാല് നല്ല ഉറക്കെ സംസാരിക്കുമെന്ന്, ഉറക്കെ സംസാരിക്കുമെന്ന് ആരാ? ജോമോള്. ജോമോളുടെ ശബ്ദം ആ ജംഗ്ഷനിലെ, അവിടെ കുണ്ടകല ജംഗ്ഷനിലെ അവിടെ കേക്കാന്ന്. അതാണ് ജോമോൻ പറഞ്ഞത്. അത്രയും അതുപോലെ ഒച്ച പറയണ്ടെന്നല്ലേ? അത്രയും ഒച്ച പറയണ്ടെന്ന്. അല്ല എന്നാലും കേൾക്കാൻ പറ്റിയല്ലാത്തല്ല, ചെവി കേൾക്കില്ലാത്തവരൊക്കെ ഉണ്ടെങ്കിലേ അവരെ കേൾപ്പിക്കണം. അവരെ കേൾപ്പിക്കാനായിരിക്കും. ആണിന്റെ പേര് ഓർക്കുന്നുണ്ടോ? 5 പേരോ? അല്ല, ആണിന്റെ ഒരാങ്ങള ഉണ്ടായിരുന്നില്ലേ? ആ, അത് ഒന്നല്ല, ആണുങ്ങൾ 3 പേരുണ്ട്. അത് മക്കളതിലോട്ട് പോയി. അമ്മയുടെ ആങ്ങളയുടെ കാര്യമാണ് പറഞ്ഞേ. അമ്മയുടെ ആങ്ങള ഇല്ലേ? ആങ്ങളെ ഒന്നേ ഉള്ളൂ. ആ, അതിന് പേരാ ചോദിച്ചേ. അതൊന്നും അവനൊന്നേ ഉള്ളൂ. അവന്റെ പേരെന്താ? അവനെ കൊച്ചാന്നാ വിളിക്കണം. അത് ശരിയാ. വല്യപ്പൻ്റെ പേരാ. ആ, വല്യപ്പൻ്റെ പേരാ അല്ലേ? വല്യപ്പനെ അങ്ങനെയാ വിളിച്ചോണ്ടിരുന്നത് എല്ലാവരും. പുതുപ്പച്ചൻ ഏറ്റവും ഇളയതാണോ? ഏറ്റവും ഇളയതാണോ പുതുപ്പച്ചൻ? ആരാ? പുതുപ്പച്ചൻ. വല്യപ്പനോ? അല്ലല്ല, ഉതുപ്പച്ചൻ. ഉതുപ്പച്ചൻ ഇളയതാണോ എന്ന്? പുതുപ്പച്ചൻ ഇളയതൊന്നും അല്ല. അമ്മച്ചിയുടെ ഇളയതാണോ? അവന് 3-4 പേര് ഇളയതാ. 4 പേരുടെ ഇളയത് അല്ലേ? കുട്ടിക്കുഞ്ഞമ്മയുടെ ഇളയത്. ശരിയാ, 4 പേരുടെ ഇളയതാ. ഏറ്റവും ഇളയത് ആരാ? ഏറ്റവും ഇളയത് ആരാ? ആരാ ഏറ്റവും ഇളയത്? ഏറ്റവും ഇളയത് പെണ്ണമ്മ. 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 അമ്മച്ചിയുടെ മോളാണ് എൽസി. അത് അവളെ ഉള്ളേക്ക് ഇളയത്. അവളാണ് ഏറ്റവും ഇളയത്. ആണിലും പെണ്ണിലും 4 ആണും 5 പെണ്ണും ഇല്ല. ഇപ്പൊ എണ്ണം പോയോ? പോയി. അത് പോയല്ലോ. 5 പെണ്ണും 4 ആണും ഒരാണ്. ഇല്ല, 4 ആണില്ല. 4 പറഞ്ഞു. ചേട്ടാനിയന്മാർ 4 പേരുണ്ടായിരുന്നത്. എൻ്റെ അമ്മയ്ക്കും അപ്പനും. ആ, അമ്മയ്ക്ക് അപ്പൻ്റെ ചേട്ടന്മാര്. ഓരോ കാര്യത്തിനായിട്ട് ഓരോരുത്തരും ഓരോ പ്രായമായി പോയി ജോലി ചെയ്യും. മൊത്തം 4 ആണുങ്ങളാണ് വെച്ചായിരുന്നു. ചാച്ചൻ്റെ ചേട്ടനിയന്മാര്. 2 പേര് അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഒരാളെങ്ങാണ്ടാണ് പള്ളിവാസലോ മറ്റേ ഇടുക്കിയിലേക്ക് പോയായിരുന്നു. പള്ളിവാസലാണോ മൂലമറ്റാണോ അങ്ങോട്ട് പോയായിരുന്നു. പിന്നെ 1-2 പെങ്ങന്മാരും ഉണ്ടായിരുന്നായിരിക്കും. കണക്ഷൻ പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നുണ്ട്. എനിക്ക് ആൾക്കാരൊക്കെ ഉള്ളിടത്ത് ജീവിച്ചു കഴിഞ്ഞാൽ പിന്നീടായി വരും. തന്നെ 1-2 പേരാകും വലിയ പാടാം ജീവിക്കാൻ. ആൾക്കാരെ മിണ്ടാനും പറയാനും ആരുമില്ല അല്ലേ? ഓരോ കൂട്ടം ചെയ്യുമ്പോൾ അവരും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചും പറഞ്ഞൊക്കെ ആകുമ്പോൾ ഒരു പ്രശ്നമില്ല, പെട്ടെന്ന് പണിയും തീരും. അത് ഒക്കുകയും ചെയ്യും. അത് സന്തോഷം. ഒന്നും നഷ്ടപ്പെട്ടു പോയി. അതാണ് അത്. ചെറുപ്പം മുതൽ ഓരോന്നും പറഞ്ഞു കൊടുത്ത് കാരണവന്മാർ പഠിപ്പിക്കില്ലേ. പഠിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും പ്രത്യേകിച്ച് ഒന്നും പറയണ്ട, ഒന്നും ചോദിച്ചില്ല. പിന്നെ നമ്മുടെ മനസ്സിൽ ഇതുണ്ട്, നമ്മളിതിങ്ങനെ ചെയ്തോണ്ടിരിക്കില്ല. അമ്മച്ചി ചായ കുടിച്ചോട്ടോ, ഞങ്ങൾ പോയിട്ട് വരാവേ. ഞങ്ങള് ആയാങ്കടി അമ്മച്ചിയെ പോയി കണ്ടിട്ട് വരാം കേട്ടോ. അമ്മച്ചീനെ കൊണ്ട് അവിടെ പോയി കണ്ടേച്ചിട്ട് വരാം. വിടാൻ പോവല്ലേ? ആയാങ്കടിയിലൊന്ന് പോയിട്ട് വരാം. കാണാൻ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. ഇല്ലല്ലോ, ഒരു കുഴപ്പമില്ല. അമ്മച്ചി എനിക്കൊരു ഉമ്മ തന്നേ. ഒരുമതാ എനിക്കൊരു ഉമ്മ. എപ്പോഴാ വന്നോ വരാം കേട്ടോ. ഈ മോര് ഒരു ഉമ്മ കൊടുത്തേര്. എനിക്കൊരു ഉമ്മ തരുമോ? എനിക്കൊരു ഉമ്മ തരുമോ? പിന്നെ ചക്കര ഉമ്മ, പഞ്ചാര ഉമ്മ, ഓമനക്കുട്ടൻ്റെ ഉമ്മ. ആദ്യത്തെ ഓമനക്കുട്ടറാ. അമ്മച്ചിയുടെ പഴയ ഓർമ്മയത്. മക്കളൊക്കെ ആയി വരുമ്പോൾ നമ്മൾക്ക് ഓമനക്കുട്ടന്മാരുടെ കുട്ടികളൊക്കെ അവരെ അങ്ങനെ ഓമനിച്ചോമനിച്ചിനെ പോരും. ഈ ജോമാനും കൂടി ഒരു ഉമ്മ കൊടുക്ക്. ഈ ജോമാനൊരു ഉമ്മ കൊടുത്ത് ഇതിനൊരു ഉമ്മ കൊടുക്കാനേ. ജോമാനൊരു ഉമ്മ കൊടുക്ക്.
ഉമ്മ കൊടുക്കാൻ ആ ഈ ജോമോന് അമ്മയുടെ ഇളയ മകനല്ലേ? എന്നാ അമ്മച്ചിക്ക് ഒരു കൊടുക്ക. ഞാൻ പിടിക്കാം. ഉമ്മ കൊടുക്കാനാണ് അവിടെ ഇനി വേണം ഉമ്മ ചക്കരക്കെട്ടിന് ഉമ്മ ഇത് മുഴുവൻ ഉമ്മയാണല്ലോ. എന്നാലും ജോമോക്കിന്റെ ഒരു ഉമ്മ കൊടുക്കാം. ജമ്മു ഇവിടെ വന്നിരിക്കേ. നിങ്ങൾ രണ്ടുപേരും അവിടെ ഇരുന്നു. മൊത്തം ഉമ്മയാ. ഒന്നും നഷ്ടപ്പെട്ടു ഒന്നും നഷ്ടപ്പെടാറൊന്നുമില്ല ഉമ്മ കൊടുക്കുന്നത്. ഉമ്മയുണ്ടോ? എനിക്കുണ്ടോ? അപ്പറേ അപ്പറേ ഇരുന്ന് ഓരോ എനിക്കുണ്ടോ ഉമ്മ ഉമ്മ? കൊടുക്ക്. ഉമ്മ ഉമ്മ. ഉമ്മ ചക്കര ഉമ്മ പഞ്ചാര ഉമ്മ ആ മധുരവും കിട്ടി. ചായ കുടിച്ചോ അമ്മേ? ചായ കുടിച്ചോ? ചായ ആ മോളെ ആയ വിളിച്ചോ ഞങ്ങൾ കുടിച്ചു. ഞങ്ങൾ ഇവിടെ കൊണ്ടാക്കിയിട്ട് വരാം. ആയാങ്കുടി കൊണ്ടുവന്ന് ആക്കിയിട്ട് വരാം. ആയാങ്കുടി കൊണ്ട് ആക്കിയിട്ട് വരാന്ന് ആരെയാ ചേട്ടായിനെ ചേച്ചിനെ കൂടെ. ഞങ്ങൾ പോയിട്ട് വരാം കേട്ടോ. ആ ആ ആയാങ്കുള്ളിലോട്ടാണോ ആ പിന്നെ എങ്ങോട്ട് പോകണം ചേച്ചിയുടെ വീട് എവിടെയല്ലേ? അവിടെയല്ല എന്റെ വീട്. എന്റെ വീട് അവിടെയാന്നേ. ആയാങ്കുടിയില്ല അയമുടിയിലാ എന്റെ വീട്. ആണോ ആ ഇത് മാച്ചിങ്ങാണല്ലോ, രണ്ടുപേർക്ക് നീല കളറൊക്കെ അല്ല, ആണല്ലോ. അപ്പോൾ നീ എപ്പോഴാ വന്നെ ഞങ്ങള് 2 ദിവസം കഴിയും. 2 ദിവസം കഴിയുമ്പോ നീ തന്നെയുള്ള പോകുന്നത് ഇല്ല. ഈ ചക്കരക്കുട്ടനും ഉണ്ട്. ഓമനക്കുട്ടൻ അമ്മച്ചി ഓമനക്കുട്ടൻ. ഓമനക്കുട്ടൻ കൂടെ അവിടെ. ഇന്ന് ഓമനക്കുട്ടന്മാർ രണ്ടുപേരാ ഇവിടെ ഉള്ളത്. അതേ കൊണ്ടുപോകുന്നുണ്ടോ ഞാൻ കൊണ്ടുപോ. അവിടെ ചായ എടുത്തു വെച്ചിട്ടുണ്ട്. വീട്ടിലോട്ട് പോകാൻ പാടില്ല ചായ കുടിച്ചിട്ട് നമുക്ക് പോകാം. ചായ കുടിച്ചിട്ട് പോവാം. ചായ കുടിച്ചിട്ട് പോവാം. ജോമോള് കൊണ്ടുപോകും. ആ. ചായ കുടിച്ചിട്ട് നമുക്ക് അവിടെ പോവാം. വേറെ എനിക്ക് വേറെ പണി കിടപ്പുണ്ട്. വാ ചായ കുടിക്ക്. ചെല്ലണീറ്റ്. അവിടെ പോവാല്ലേ ഞങ്ങള് പോയിട്ട് വരാവേ. ആരുമില്ല വന്നാൽ വലിയ പാടാ ഞാനുണ്ട്. ജോമോളുണ്ട്, ജോമോനുണ്ട്, വിവാനുണ്ട്. ഞങ്ങൾ ഓടി വരും. വേഗം ഇവിടെ ഇരുന്ന് കഴിച്ചു. ഒരു കാര്യം ഞാൻ നോട്ട് ചെയ്തത്, ഉണ്ട് ടാറ്റ. ഇവിടെ ഇവിടെ ആ 2 ദിവസം കഴിഞ്ഞ് വരും. വഴിയില്ല ശ്രദ്ധ. എലിക്കുട്ടിയമ്മയുടെയും കുടുംബത്തിൻ്റെയും വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. ആദ്യമായി വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം മുതലുള്ള വീഡിയോകൾ മൈ മദേഴ്സ് ഡേ എന്ന പ്ലേലിസ്റ്റിൽ കയറി കാണുക. സപ്പോർട്ട് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.